ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മാങ്ങ വെച്ചിട്ടുള്ളൊരു പച്ചടിയാണ്. അതിനായിട്ട് ഞാനൊരു 3 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയെല്ലാം ചെത്തിയെടുക്കണം കേട്ടോ. നമ്മൾ ചെനച്ച മാങ്ങയാണ് വേണ്ടത്. പുളി കുറവുണ്ടെങ്കിൽ നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ 3 മാങ്ങ തൊലിയെല്ലാം ചെത്തി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പച്ചടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതൊന്ന് കൊത്തി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തൈര് ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ മാങ്ങയ്ക്ക് പുളി കുറവുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് പച്ചടി. 2 ദിവസമൊക്കെ നമുക്ക് വെച്ചും കൊണ്ടിരിക്കുക കേട്ടോ. കേടൊന്നും ആകത്തില്ല. അപ്പോൾ ഞാനിതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ചെറിയ കുനുകുനായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി നല്ലതുപോലെ നീളത്തിൽ നമുക്ക് തൊലിയെല്ലാം പൊളിച്ച് കഴുകിയെടുക്കണം. ഞാനിതെല്ലാം ഒന്ന് കഴുകി തൊലിയെല്ലാം പൊളിച്ച് കഴുകിയെടുത്തതിനകത്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ചേർക്കാനായിട്ട് അരപ്പ് തയ്യാറാക്കണം. ചെറിയ ജീരകം, കാന്താരി ഒരു 2-3 ഉള്ളൂ, പിന്നെ പച്ചമുളക്, തേങ്ങ. അതിൽ മഞ്ഞളൊന്നും ഇടത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു മൺചട്ടി അടുപ്പേ വെച്ചു എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കരിവേപ്പിലയും വത്തൽമുളകുമാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനപ്പോൾ ചെറിയുള്ളി ഒരു 2 ഇതിട്ട് കൊടുക്കുന്നുണ്ട്. വത്തൽമുളക് ഇട്ട് കൊടുത്തു, കരിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ഈ മാങ്ങ ഇതിനകത്തിട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ലേ. ഈ മാങ്ങ ഇതിനകത്ത് ഈ ചെറിയുള്ളി മാങ്ങ ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ കിടന്ന് തന്നെ അത് വെന്ത് വരണം. നമ്മൾ വെള്ളം ചേർക്കരുത്. ഇനി നമുക്ക് അരപ്പൊന്ന് അരച്ചെടുക്കാനായിട്ട് ഞാൻ മിക്സീൻ്റെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ശകലം കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അതുകൊണ്ട് ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഉപ്പിട്ട് കൊടുക്കാം മാങ്ങയ്ക്കകത്തേക്ക്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. വെള്ളം തീരെ ഒഴിച്ചിട്ടില്ല. ഇനി നമുക്കിതിനകത്തേക്ക് ഈ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കുക. ഞാൻ തൈര് ഒഴിക്കുന്ന വീഡിയോ മറന്നുപോയി. മാങ്ങയ്ക്ക് പുളി കുറവാണ്. ഇത് ആവശ്യത്തിനുള്ള ശകലം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആ മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് ചുറ്റിച്ചതാണ്. അപ്പോൾ ശകലം തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മളുടെ ഇത് കണ്ടോ, നല്ല മാങ്ങ പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് 2 ദിവസം വെച്ചും കൊണ്ടൊക്കെ ഇരിക്കാൻ കേടാകത്തില്ല. നല്ല ടേസ്റ്റാട്ടോ ചോറിന്. വേറെ ഒന്നും വേണ്ട ചോറുണ്ണാൻ.